പണ്ട് മലയാളത്തിലൊരു പാട്ടുണ്ട്. അപ്പോഴേ പറഞ്ഞില്ലേ പോകണ്ട പോകണ്ടാന്ന്, പോകണ്ട പോകണ്ടാന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മമതാ ബാനർജിക്ക് സംഭവിച്ചത് അതാണ്. കോൺഗ്രസും മുന്നണിയുമൊക്കെ ആവശ്യപ്പെട്ടു ആ നീതി ആയോഗ് മീറ്റിങ്ങിൽ പോകരുതെന്ന്. പക്ഷേ ഭയങ്കര മിടുക്കിയായി ചെന്നു, വെട്ടിൽ വീണു, തിരികെ വന്നു. തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന ഇറക്കിയെങ്കിലും ഉള്ളിൽ സംഭവിച്ചത് അതുതന്നെയാണോ എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക മൊത്തത്തിലുണ്ടായി. ഈ മിടുക്കും ബുദ്ധിയും കൂടുമ്പോൾ സംഭവിക്കുന്ന അഹങ്കാരത്തിൻ്റെ പ്രതിഫലമാണത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ബഡ്ജറ്റിൽ എല്ലാ സംസ്ഥാനങ്ങളോടും നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നീതി ആയോഗിൻ്റെ, അതായത് പഴയ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വളരെ ക്രൂഷ്യലായൊരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആ മീറ്റിംഗ് ചെയർ ചെയ്യുന്നത്. എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുത്ത് രാജ്യത്തിൻ്റെ വികസന പ്രക്രിയ ചർച്ച ചെയ്യണം എന്നാണ് അതിൻ്റെ വിവക്ഷ. എന്നാൽ ബഡ്ജറ്റിലൊക്കെയും ആ തുല്യത കാണിക്കാത്തതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ ആരും പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. MK സ്റ്റാലിനും നമ്മുടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും അടക്കമുള്ളവരാരും അതിൽ പങ്കെടുത്തില്ല. പക്ഷേ നമ്മുടെ മമതയ്ക്ക് അനുസരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ താൻ പങ്കെടുത്ത് വിയോജിപ്പ് രേഖപ്പെടുത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് വലിയ ചന്ദ്രഹാസം മുഴക്കി ആളാകാൻ വേണ്ടി പോയതാണ്. പക്ഷേ സംഗതി പുറത്ത് ചാടിയിറങ്ങി സംസാരിക്കാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അകത്ത് എല്ലാത്തിൻ്റെയും വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ മൈക്ക് ഓഫ് ചെയ്തതൊന്നും ഇല്ല എന്ന് തന്നെയാണ് പുറത്തൊക്കെയുള്ള വിവരം. ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും സംസാരിക്കാൻ സമയപരിധി വെച്ചു. മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ ആ സമയപരിധി പോലും വലിയ ഗൗരവമായി നിർബന്ധിച്ചുമില്ല. അതുകൊണ്ട് ആരോ വാച്ചിൽ നോക്കി എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോരേണ്ട സ്ഥിതി വന്നു മമതാ ബാനർജിക്ക്. പുളിശ്ശേരി ഉണ്ടോ? ഇല്ല, എങ്കിൽ ഇച്ചിരി ചോറെടുക്ക് എന്നൊരാൾ പറയേണ്ടി വന്ന ഒരവസ്ഥ പോലെ എത്തി മമതയ്ക്ക്. അഹങ്കാരം മൂത്താൽ അങ്ങനെയൊക്കെ വരാം.